മോക്ക് കഥകൾ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്ഥിരമായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുകയും ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. കഥകൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതായി. അപ്പോ ഇനി ഉള്ള വഴിയെന്ന് പറയുന്നത് ലൈബ്രറിയിൽ വാങ്ങി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ചികഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയാണ് പറഞ്ഞു കൊടുത്തത്. കുപ്പിഡ് എന്ന് പറയുന്ന ദേവന്റെയും സൈക്കി എന്ന് പറയുന്ന രാജകുമാരിയുടെയും കഥയാണ് പറഞ്ഞു കൊടുത്തത്. സൈക്കി എന്ന് പറയുന്നത് അതിസുന്ദരിയായ, ദേവതകളെക്കാൾ സുന്ദരിയായ ഒരു രാജകുമാരിയാണ്. ഈ രാജകുമാരിയുടെ സൗന്ദര്യം ആ രാജ്യത്ത് മുഴുവൻ പ്രശസ്തമാവുകയും ആ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ സൈക്കി എന്ന് പറയുന്ന ഈ രാജകുമാരിയെ അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവിടുത്തെ ദേവതയായ വീനസ് ഈ സൈക്കിയുടെ പ്രശസ്തിയും സൗന്ദര്യവും ഒക്കെ അറിഞ്ഞ് ജനങ്ങൾ തന്നെ ആരാധിക്കാത്തതിൽ ദേഷ്യം വന്ന് സൈക്കിയോടുള്ള അസൂയ മൂത്തിട്ട് വീനസിന്റെ സ്വന്തം മകനായ കുപ്പിഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുപ്പിഡിനോട് സൈക്കിയെ കുറിച്ച് പറയുകയും സൈക്കിയെ ലോകത്തുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു രാക്ഷസനുമായി പ്രണയബന്ധത്തിലാക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കുപ്പിഡ് എന്ന് പറയുന്നത് ആസക്തികളുടെ, ഇഷ്ടങ്ങളുടെ ദേവനാണ്. നമ്മുടെ കാമദേവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള ഒരു ദേവനാണ് ഈ കുപ്പിഡ് എന്ന് പറയുന്നത്. പുള്ളിയും അമ്പുകളൊക്കെ അയച്ച് രണ്ടുപേരെ തമ്മിൽ പ്രണയബദ്ധരാക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അങ്ങനെ കുപ്പിഡ് സൈക്കിയെ തിരഞ്ഞുപോയി. സൈക്കിയെ കണ്ടതോടുകൂടി കുപ്പിഡ് അമ്മ പറഞ്ഞ വാക്ക് മറന്നു പോവുകയും സൈക്കിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് സൈക്കിയുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഇതിനിടയിൽ സൈക്കിയുടെ സൗന്ദര്യം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ, വീനസ് എന്ന ദേവതയുടെ കോപമൊക്കെ അറിഞ്ഞ സൈക്കിയുടെ വീട്ടുകാർ സൈക്കിയെ ഏകാന്തമായിട്ടുള്ള ഒരു പാറയുടെ പുറത്ത് ഉപേക്ഷിക്കുകയുണ്ടായി. അവിടെ നിന്ന് സൈക്കി ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച മാർബിളും ഗ്രാനൈറ്റൊക്കെ പാകി ഒരു കൊട്ടാരത്തിൽ എത്തിപ്പെടുകയാണ്. ആ കൊട്ടാരത്തിൽ ഏകാന്തവാസത്തിൽ കഴിയുന്ന സൈക്കിയുടെ അടുക്കലേക്ക് കുപ്പിഡ് രാത്രികാലങ്ങളിൽ എത്തുകയും സൈക്കിയുടെ ഭർത്താവായി തീരുകയും ചെയ്തു. സൈക്കിയോട് കുപ്പിഡ് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരിക്കലും കുപ്പിഡിന്റെ മുഖം സൈക്കി കാണാൻ ശ്രമിക്കരുത്. അങ്ങനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ സൈക്കി ഉപേക്ഷിച്ച് കുപ്പിഡ് പോകും എന്ന് സൈക്കിയോട് പറഞ്ഞു. അങ്ങനെ സൈക്കിയും കുപ്പിഡും വളരെ സന്തോഷകരമായി ജീവിക്കുന്നതിനിടയിൽ സ്വാഭാവികമായിട്ട് സൈക്കിയുടെ സഹോദരിമാർ അവിടെ വരികയും സൈക്കിയിൽ അസൂയ ജനിപ്പിക്കുകയും അവളോട് കുപ്പിഡിനെ പരിശോധിക്കണമെന്നും അവൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു രാക്ഷസനാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അവന്റെ മുഖം കാണാൻ ശ്രമിക്കണം എന്നും ഒക്കെ പറഞ്ഞു. കൂടെയുള്ളത് കുപ്പിഡാണെന്നറിയാത്ത നമ്മുടെ സൈക്കി ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും ഉറങ്ങി കിടക്കുന്നതിനിടയിൽ ഉറക്കമുണരുകയും ഒരു വിളക്ക് കത്തിച്ച് കുപ്പിഡിന്റെ കൂടെ കിടന്നിറങ്ങുന്ന ആളിന്റെ മുഖം കാണാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് സൈക്കി തിരിച്ചറിഞ്ഞത് തന്റെ ഒപ്പം കിടന്നുറങ്ങുന്ന ആള് കുപ്പിഡ് എന്ന് പറയുന്ന ദേവനാണ് എന്ന് മനസ്സിലാകുന്നത്. കുപ്പിഡിനെ തിരിച്ചറിഞ്ഞ സൈക്കിയുടെ കൈകൾ വിറയ്ക്കുകയും ആ വിളക്കിൽ നിന്ന് ഒരു തുള്ളി ചൂട് എണ്ണ കുപ്പിഡിന്റെ തോളിൽ വീണ് കുപ്പിഡിന് പൊള്ളലേൽക്കുകയും ചെയ്തു. സൈക്കി തന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ തന്റെ മുഖം കണ്ടു എന്ന് മനസ്സിലാക്കിയ കുപ്പിഡ് അപ്പോൾ തന്നെ സൈക്കി ഉപേക്ഷിച്ച് പോവുകയാണുണ്ടായത്. സൈക്കി അന്നു മുതൽ തന്റെ പ്രണയം തേടി നടന്ന് ഒടുവിൽ വീനസിന്റെ കൊട്ടാരത്തിലെത്തുകയും വീനസിനോട് കരുണ യാചിക്കുകയും ചെയ്തു. എന്നാൽ സൈക്കിയോടുള്ള അസൂയ അടങ്ങാത്ത വീനസ് സൈക്കിയെ വീണ്ടും ശിക്ഷാവിധികൾക്ക് വിധേയയാക്കുകയാണ് ചെയ്തത്. സൈക്കിയോട് പാതാളത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെടുകയും കൂമ്പാരം കൂടിച്ചേർന്ന് കിടക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് ഓരോ ധാന്യങ്ങളായിട്ട് വേർതിരിക്കാൻ ആവശ്യപ്പെടുകയും സ്വർണം കൊണ്ടുള്ള കമ്പളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും അപകടകരമായ ഒരു നദിയിലേക്ക് പോയി അവിടെ നിന്ന് ജലം ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. സ്വന്തം ധൈര്യത്താലും ദയയാലും പ്രകൃതിയുടെ സഹായത്താലും ദൈവങ്ങളുടെ സഹായത്താലും ഒക്കെ വീനസിന്റെ ഈ പരീക്ഷണങ്ങളെ എല്ലാം സൈക്കി അതിജീവിക്കുകയാണുണ്ടായത്. സൈക്കി പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചതറിഞ്ഞ അവിടുത്തെ ദേവന്മാരുടെ ദേവനായ ജൂപ്പിറ്റർ സൈക്കിയെ എല്ലാ ശിക്ഷാവിധികളിൽ നിന്നും വിമുക്തയാക്കുകയും കുപ്പിഡുമായിട്ട് ഒന്നു ചേർക്കുകയും ആണ് ചെയ്തത്. ഇതാണ് കുപ്പിഡിന്റെയും സൈക്കിയുടെയും കഥ. ഗ്രീക്ക് പുരാണങ്ങളിൽ ഇതുപോലുള്ള ധാരാളം കഥകളുണ്ട്. ഓരോ സ്ഥലത്തെയും പുരാണങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ടും ഈ കഥകൾ പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ കരുതുന്നത്.